നെക്സ്റ്റ് പേജ് നമ്പർ 109 കാത്യായനയുടെ വാർത്തിക അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാത്യായന ഓൾസോ അതിൻ്റെ സ്പെല്ലിങ് നമ്മൾ KATYAYA എന്നും നമുക്ക് പറയാം കേട്ടോ. ടെക്സ്റ്റിനകത്ത് വേറെ സ്പെല്ലിംഗ് ഉണ്ട്. അപ്പോൾ കാത്യായന എന്ന് പറയുന്നത് ഇന്ത്യൻ ഗ്രമേറിയനാണ്, ഒരു വേദിക് പ്രീസ്റ്റാണ്, മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം 4th അല്ലെങ്കിൽ 3rd സെഞ്ച്വറി BC-യിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ അദ്ദേഹത്തിൻ്റെ അതായത് ഈ പതാഞ്ജലിയുടെ റൈറ്റിങ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കാത്യായന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് നെയിം വരരുചി കാത്യായന എന്നാണ്. അത് വിന്ധ്യ മൗണ്ടൻസിൻ്റെ സൗത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. കാത്യായന ആയിരുന്നു ഹീസ് എ ഫസ്റ്റ് ആൻഡ് ഓൺലി എക്സ്റ്റൻഡ് കമൻറ്റേറ്റർ ഓഫ് പാണിനിയുടെ അഷ്ടാധ്യായി. ഈ അഷ്ടാധ്യായി എന്നുള്ള വർക്കിനെ കുറിച്ചുള്ള വളരെ എന്താ പറയുക, നല്ല രീതിയിൽ എക്സ്റ്റെൻസീവ് ആയിട്ടൊരു കമൻറ്റ് ചെയ്ത ഒരാളാണ് കാത്യായന എന്നുള്ള ഗ്രാമേറിയൻ അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ. ഓക്കെ, പിന്നെ കാത്യായനയുടെ ഒബ്സർവേഷൻസ് ആൻഡ് കമൻറ്റ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പാണിനിയുടെ കുറേ സൂത്രങ്ങളെക്കുറിച്ച്, അതായത് സൂത്രാസ് എന്ന് വെച്ചാൽ റൂൾസിനെ കുറിച്ച് വാർത്തിക എന്നുള്ള വർക്കിനകത്ത് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. അത് 4300 ബ്രീഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വാർത്തികയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് 1 to 4, 5 കാര്യങ്ങൾ, അതായത് അതിനകത്ത് 1 to 4, 5 റൂൾസ് എന്ന് പറയുന്നത് പാണിനിയുടെ റൂൾസിനെ കുറിച്ചാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത്. വാർത്തിക എന്ന് വെച്ചാൽ ഒരു ട്രീറ്റൈസ് എന്നാണ്. അതായത് എന്താണോ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ട്രീറ്റൈസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഡോക്യുമെൻ്റ് എന്നൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ വർക്കിനകത്ത് ബ്രീഫായിട്ടുള്ള എഫോറിസംസ് ഉണ്ട്. ബ്രീഫായിട്ടുള്ള എഫോറിസംസ് എന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസുകളുണ്ട്. അത് എന്തിനു വേണ്ടി ഇങ്ങനെ ബ്രിവിറ്റി, അതായത് ബ്രീഫായിട്ട് വെച്ചത് ഓറൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയാണിത് വളരെ ഷോർട്ടാക്കി വെച്ചത്. ഇതിനകത്ത് ഫോണറ്റിക് സെഗ്മെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഓറൽ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാത്യായനയുടെ വർക്ക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ്സിലെത്തിയത് അല്ലെങ്കിൽ ഇത്രയും വൈഡ് സ്പ്രെഡ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പതാഞ്ജലിയുടെ മഹാഭാസ്യ എന്നുള്ള വർക്കിനകത്തൂടെയാണ് ഇത് കുറച്ചും കൂടി എന്താ പറയുക എക്സ്റ്റെൻസീവായിട്ട് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ഈ ഒരു വർക്കിനെ കുറിച്ച്. കാത്യായന അനലൈസ് ചെയ്യുന്നത് ഈ സൂത്രങ്ങളുണ്ടല്ലോ, അതായത് ഈ റൂൾസ്, അത് മറ്റ് റൂൾസുമായിട്ട് കമ്പയർ ചെയ്ത് റിലേറ്റ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ. ഒരു പിന്നെ എന്താ പറയുക, പാണിനിയുടെ വർക്കും കാത്യായനയുടെ വർക്കും തമ്മിലൊരു 200 years ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ഈ പാണിനിയുടെ ഗ്രാമറിനെ ഒരു പുതിയ കോണ്ടെക്സ്റ്റിലാണ് കാത്യായന എന്ത് ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ലാംഗ്വേജിന് തന്നെ ഒരുപാട് എവല്യൂഷൻ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും റൂൾസ് എന്ന് പറയുന്നത് എന്താണ്, അതുകൊണ്ട് തന്നെ കുറേ റൂൾസൊക്കെ ആർക്കൈക്കായിട്ട് മാറി, അതായത് കുറേ റൂൾസൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറി. എന്നാലും ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റൂൾസിനെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടാണ് അദ്ദേഹം കാത്യായന എന്ത് പറഞ്ഞേക്കുന്നത്, ഈ ഒരു വാർത്തിക എന്നുള്ള വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഒരുപാട് പുതിയ എക്സ്പ്രഷൻസൊക്കെ ഇദ്ദേഹം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും പാണിനിയുടെ ഗ്രാമറിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാർത്തിക എന്ന് പറയുന്നത് അഷ്ടാധ്യായിയെക്കുറിച്ചുള്ള കമൻറ്ററീസും ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ആ വർക്കിനെ ക്രിട്ടിസൈസും ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ഡയമെൻഷനാണ് ഈ ഒരു വർക്കിന് ആര് കൊടുക്കുന്ന, കാത്യായന കൊടുക്കുന്നത്. പിന്നെ കാത്യായന റെക്ടിഫൈ ചെയ്യുന്ന കുറേ സൂത്രങ്ങളുണ്ട്. അതായത് ഈ അനൂക്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ദുരൂക്ത എന്ന് പറയുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അനൂക്ത എന്ന് വെച്ചാൽ അൺസെഡ്, നമ്മൾ പറയാതെ പോയ കാര്യങ്ങളും, ദുരൂക്ത എന്ന് വെച്ചാൽ നമ്മൾ ബാഡായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി വാർത്തികാസിനകത്ത് കാത്യായന ഒരു പാണിനിക്ക് വേണ്ടി ഒരു ഹംബിൾ സബ്മിഷനൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ വാർത്തികാസ് നമ്മൾ ഏതിൻ്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസിൻ്റെ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ. ആൻഡ് വാർത്തിക എന്ന് പറയുന്ന വളരെ കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണുള്ളത്. സം സ്കോളേഴ്സ് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാർത്തിക എന്ന് പറയുന്നത് ഈ സൂത്രങ്ങളെക്കുറിച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമുള്ളൊരു ബുക്ക് എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ പരിസമാപ്തി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കാത്യായന വർക്കിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വാക്യ പരിസമാപ്തി എന്ന് വെച്ചാൽ ഇന്റർഡിപ്പെൻഡൻസി ഓഫ് ദ സെൻറ്റൻസസ്, അതായത് കോണ്ടെക്സ്റ്റുമായിട്ട് സെൻറ്റൻസസ് ഭയങ്കര റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ സെൻറ്റൻസ് മീനിങ്ലെസ് ആയിട്ട് മാറുന്നതാണ് ഈ വാക്യ പരിസമാപ്തിക്കകത്ത് ആ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞു പോയേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ്, ചില വേർഡ്സിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ് ഈ സൂത്രാസ് അല്ലെങ്കിൽ റൂൾസിൻ്റെ പേർപ്പസ് എന്താണ്, അതെങ്ങനെ ഫോം ആയി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ചില സ്കോളേഴ്സ് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാർത്തികാസ് എന്ന് പറയുന്നത് പാണിനിയുടെ ഗ്രാമറിനെ കുറിച്ച് എന്താ പറയുക ഫോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എഴുതിയൊരു ബുക്കാണെന്ന് ചിലർ പറയുന്നുണ്ട്. അതായത് പാണിനിയുടെ ഗ്രാമറിനകത്ത് ചില കോൺസെപ്റ്റുകളെ കുറിച്ച് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ ചിലർ വിചാരിക്കുന്ന ഈ ഒരു വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതിയതാണ് വാർത്തിക എന്നുള്ള ബുക്ക് എന്നൊക്കെയാണ് ചില സ്കോളേഴ്സ് ബിലീവ് ചെയ്യുന്നത്. പക്ഷേ ചില സ്കോളേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്,
പിന്നെ ഈ ക്ലെയിമിനെ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാത്യായനയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ഗ്രാമാറ്റിക്കൽ ട്രഡീഷനിൽ? ഫസ്റ്റ് നോക്കിക്കോളൂ, പേജ് നമ്പർ 110. വാർത്തിക എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ്. ഗ്രാമറിനെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അതായത് ഗ്രാമറിന് റൂൾസിനെ കുറിച്ച്, ഗ്രാമറിനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ വാർത്തികയിലൂടെ ആ ഒരു ബുക്കിലൂടെ കാത്യായന പറഞ്ഞു പോകുന്നുണ്ട്. ഗ്രാമർ എന്ന് പറയുന്നത് എന്താ പറയുക, ചില വാക്കുകൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും ഒക്കെ നമുക്ക് ഗ്രാമറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമർ സാങ്ഷൻഡ് വേർഡ്സിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഗ്രാമർ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് അതോറിറ്റേറിയൽ ഫിഗറായിട്ട് മാറുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. പിന്നെ ഗ്രാമറിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജിൻ്റെ, അതായത് നമ്മൾ ഏത് ലാംഗ്വേജാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെയും, അതായത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ ഗ്രാമർ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുക, അതിൻ്റെ റൂൾസ് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുത്താൽ ആ ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാമറിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്പോക്കൺ ലാംഗ്വേജിലൂടെ മാത്രമാണ്. സ്പോക്കൺ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുള്ളൂ, ഗ്രാമർ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജിനെയും ഡിഫൈൻ ചെയ്യണം. അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജിനെ കുറിച്ചുള്ള നോളജും ഗ്രാമറിൽ നിന്ന് നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിബേറ്റ്സും ഡയലോഗും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത ഫോർത്ത് മെറിറ്റ് എന്താണ്, ഈ സൂത്രങ്ങളുടെ ഫോർമേഷനെ കുറിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻസും ന്യായീകരണങ്ങളും ഒക്കെ ഇദ്ദേഹം ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പുതിയ പുതിയ മെത്തേഡ്സിനെ കുറിച്ചും എങ്ങനെ നമുക്ക് ഈ സൂത്രങ്ങളെയൊക്കെ അനലൈസ് ചെയ്യാം, ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സൂത്രങ്ങളുടെ സ്കോപ്പ് എന്താണ്, കണ്ടംപററി യൂസേജ്, അതായത് ഇപ്പം നമ്മൾ ഈ കാത്യായനയുടെ വർക്കൊക്കെ വെച്ച് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂത്രങ്ങളുടെ സ്കോപ്പ് എന്താണ്, കണ്ടംപററി യൂസേജസിൽ അവരുടെ റിലവൻസ് എന്താണെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഈ സൂത്രങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഡെഫിനിഷൻസും അദ്ദേഹം നടത്തുന്നുണ്ട് ഈ ഒരു വർക്കിനകത്ത്. വാക്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതിനകത്ത് ഒരു ഫൈനൈറ്റ് വേർബ് കാണും എന്നൊക്കെ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതൊന്നും പാണിനി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷേ ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില പിന്നെന്താ പറയുക, വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ, അത് നമ്മൾ സൂത്രാസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അതിനെ നമ്മൾ പരിഭാസവത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ശബ്ദവും അർത്ഥവും എന്നും പറഞ്ഞ് കാത്യായന രണ്ട് കോൺസെപ്റ്റുകളെ കുറിച്ച് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ശബ്ദം എന്ന് വെച്ചാൽ വേർഡ്, അർത്ഥം എന്ന് വെച്ചാൽ മീനിങ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ഈ രണ്ട് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ എറ്റേണലാണ്, അത് ഇംപ്ലിസിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് വേണം, എന്നാലേ നമുക്ക് ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെന്താണ്, ലോങ് വവൽസ് വേണം എന്ന് പറയുന്ന ഒരാളാണ് കാത്യായന. ആ ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലോങ് വവൽസ് എന്ന് പറയുമ്പം ഈ രണ്ട് ചെറിയ വവൽസിൻ്റെ ക്ലസ്റ്റർ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. സോ അത് പിന്നെ സെപ്പറേറ്റ് ഇൻറ്റഗ്രൽ ആയിട്ട് നമ്മൾ, അതായത് സെപ്പറേറ്റ് ആയിട്ട് കാണണം, അല്ലാതെ ഗ്രൂപ്പായിട്ട് നമ്മൾ രണ്ട് വവൽസിനെ കാണരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മളിപ്പം ഡിഫ്തോങ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വവൽസ് കൂടെ ചേരുന്നതാണ് ഡിഫ്തോങ്സ്. അപ്പോൾ രണ്ട് വവൽസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് വേണം കാണാനെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. പിന്നെ സിലബൽ എന്ന് പറയുന്നത് എന്താണ്, പിന്നെന്താണ്, അതൊരു സീക്വൻസ് ആയിട്ട് അപ്പിയർ ചെയ്യാം സിലബൽ എന്ന് പറയുന്നത്. പിന്നെ സിലബൽസിൻ്റെ മീനിങ്സ് ഉണ്ടത്, അതിന് റൂട്ടും സ്റ്റെമ്മും സഫിക്സും ഒക്കെ വരുമ്പോൾ ആ സിലബൽസിൻ്റെ മീനിങ്സ് ആയിട്ട് മാറുന്നതൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ലാംഗ്വേജ്, ഗ്രാമർ ആൻഡ് ഫിലോസഫിക്കാണ്, ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്തത് പതാഞ്ജലി അല്ലെങ്കിൽ മഹാഭാസ്. പതാഞ്ജലി എഴുതിയ പിന്നെ പതാഞ്ജലി ഈസ് ഓൾസോ, പതാഞ്ജലിയുടെ, അതായത് പതാഞ്ജലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, തേർഡ് സേജാണ്, ഹോളി ട്രിനിറ്റിയിലെ തേർഡ് സേജാണ്. പതാഞ്ജലിയുടെ വർക്കിൻ്റെ പേരാണ് മഹാഭാസ്യ. അത് കമൻറ്ററി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഗ്രാമറിനെ കുറിച്ചുള്ള ചില റൂൾസിനെ കുറിച്ചൊക്കെ. ആൻഡ് ഓൾസോ പാണിനിയുടെയും കാത്യായനയുടെയും വർക്ക്സിനെ കുറിച്ചും ഇത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കമൻറ്ററി പോലെ മഹാഭാസ്യക്കകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ആണുള്ളത് പതഞ്ജലിയുടെ മഹാഭാസ്യയ്ക്ക്. 2nd സെഞ്ച്വറി BC ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ യോഗ സൂത്രാസ് അല്ലെങ്കിൽ യോഗ തോട്ട്സ് എന്നും പറഞ്ഞും ഇദ്ദേഹം കുറേ കോൺസെപ്റ്റുകളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. മഹാഭാസ്യയുടെ ഇമ്പോർട്ടൻറ്റ് വേറൊരു ടൈറ്റിലും കൂടിയുണ്ട്, അത് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം. അതായത് വ്യാകരണ മഹാഭാസ്യ എന്നാണ്, എൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെച്ചേക്കണം. ഈ ഒരു വർക്കിന് ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. പിന്നെ
ഭാഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കമൻട്രി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭാഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്ററി. ആൻഡ് ടൈറ്റിൽ ഇവിടെ എന്താണ്? കമൻറ്ററി ഓൺ ദി അനാലിസിസ് ഓഫ് വേർഡ്സ് എന്നാണ് ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാൻഡ് കമൻറ്ററി, വേർഡ്സിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുക, അതിനെക്കുറിച്ചൊരു കമൻറ്ററിയാണിത്. ഒരു സ്റ്റുഡൻറ്റും മാസ്റ്ററും തമ്മിലൊരു കോൺവെർസേഷൻ പോലാണിത് എഴുതിയിരിക്കുന്നത്. അതായത് ഗുരുവും ശിഷ്യനും തമ്മിലൊരു കോൺവെർസേഷൻ പോലെ. പിന്നെ ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ആചാര്യ എന്ന് പറഞ്ഞാൽ ആരാണ്, സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശിക്ഷ എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഫോണോളജിയെക്കുറിച്ച്, ആക്സൻറ്റിനെക്കുറിച്ച്, ഗ്രാമറിനെക്കുറിച്ച്, മോർഫോളജിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ പതാഞ്ജലി എന്ന് പറയുന്നത് ഈ റൈറ്റർ എന്താണ് മീനിങ്സിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മീനിങ്സിൻ്റെ അതായത് വേർഡ് ഒറിജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നിരുക അല്ലെങ്കിൽ എറ്റിമോളജിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പാണിനിയുടെയും കാത്യായനിയുടെയും വർക്കിലുള്ള ഗ്രാമറിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ വർക്ക്സിനെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. പിന്നെ സൂത്രാസ് ആൻഡ് വാർത്തികാസിനെ കുറിച്ച് ഒരു ഡിബേറ്റ് പോലൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്, റൂൾസിനെ കുറിച്ചൊക്കെ. ആൻഡ് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ലാംഗ്വേജിൻ്റെ പാസ്റ്റിനെ കുറിച്ച് ഇദ്ദേഹം പിന്നെന്താ പറയുക കൺസേൺഡ് ആവുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇദ്ദേഹം തന്നെ ഇങ്ങനെ ഫോമുലേറ്റ് ചെയ്യുന്നുണ്ട്. 85 സെക്ഷൻസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്ന ഈ ഒരു വർക്കിനെ. ആൻഡ് പാണിനിയുടെ പിന്നെ വാർത്തികയെക്കുറിച്ച് ഇദ്ദേഹം 1228 റൂൾസ് അല്ലെങ്കിൽ കമൻസ് പറയുന്നുണ്ട്. 32 പദങ്ങളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പാണിനിയുടെ വർക്കിനെ നല്ല രീതിയിൽ ആ ഒരു ഫേമസ് ട്രീറ്റൈസിനെ നല്ല രീതിയിൽ അദ്ദേഹം എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഒരു വ്യൂ പോയിന്റ് പറഞ്ഞ് കൊടുത്ത് പതാഞ്ജലി എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെയൊക്കെ വർക്കിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പതാഞ്ജലിയുടെ ഗ്രാമർ എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് വേർഡ്സ്, മീനിങ് എങ്ങനെ വന്നു, ആൻഡ് വേർഡ് മീനിങ്ങും തമ്മിലുള്ള കണക്ഷൻ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ 3 വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിനകത്ത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് മാക്സിംസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത്, പരിഭാഷാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇല്ലസ്ട്രേറ്റീവ് മാക്സിംസ് ഉണ്ട്, ഒരുപാട് സ്കോളർലി ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ഇദ്ദേഹം ഈ വർക്കിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഗ്രാമറിനെ വളരെ കോൺവെർസേഷണൽ ആയിട്ടുള്ള രീതിയിൽ ആണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്. അതായത് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് ഇദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. കാത്യായനിയുടെ പിന്നെ വർക്ക് ഗ്രാമറിൻ്റെ കോൺസെപ്റ്റ്സിനകത്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹവും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഗ്രാമറിന്. നെക്സ്റ്റ് ഭർതൃഹരിയാണ്. ഭർതൃഹരി ഒരു ഏൻഷ്യൻ പോയിറ്റാണ്, ഗ്രാമേറിയനാണ്, ഫിലോസഫറാണ്. ഉജ്ജയിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത് 5th സെഞ്ച്വറിയിൽ. 2 മോസ്റ്റ് പ്രോമിനൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് വാക്യപാതികയും അതുപോലെ തന്നെ മഹാഭാസ്യ ദീപികയും. പിന്നെ എറ്റിമോളജിക്കലി വാക്യപാതിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്, വർക്ക് ഡീലിംഗ് വിത്ത് സെൻറ്റൻസസ് ആൻഡ് വേർഡ്സ്. പിന്നെ മറ്റേ വർക്കിൻ്റെ മീനിങ് എന്താണ്, ലൈറ്റ് ഓൺ ദ ഗ്രേറ്റ് കമൻറ്ററി എന്നാണ്. പതാഞ്ജലിയുടെ മഹാഭാസിയെക്കുറിച്ചുള്ള കമൻറ്ററീസാണ് ആരെഴുതിയിരിക്കുന്നത്, ഭർതൃഹരിയുടെ വർക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇനി നമുക്ക് വാക്യപാടിയ എന്നുള്ള വർക്കിനെ കുറിച്ച് നോക്കാം. ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ചും സാൻസ്ക്രിപ്റ്റ് ഗ്രാമറിനെ കുറിച്ചുമാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. സെൻറ്റൻസ് എന്താണ്, വേർഡ്, ആക്ഷൻ, ടെൻസ്, ജെൻഡർ, നമ്പർ, ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ മീനിങ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ലിംഗ്വിസ്റ്റിക് യൂണിറ്റിൻ്റെ മീനിങ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഗ്രാമാറ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ പ്രോബ്ലംസ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. എസ്പെഷ്യലി സെൻറ്റൻസിനെയും വേർഡ്സിനെയാണ് ഇദ്ദേഹം കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ഇപ്പോൾ ഗ്രാമറിനെ നമുക്ക് ദർശനമായിട്ടും കാണാം, അതായത് ഫിലോസഫി ആയിട്ടും കാണാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഫണ്ടമെൻ്റൽ എസൻസ് ഓഫ് ഓൾ തിങ്സ് എന്ന് പറയുന്നത് അർത്ഥമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശബ്ദത്തിനും ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, വേർഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം. പിന്നെന്താണ്, ലിംഗ്വിസ്റ്റിക്കലി ഇദ്ദേഹം സെൻറ്റൻസിനെ, അതായത് 3 കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ഫോണീമും വേർഡ്, അതായത് വർണ്ണവും പദവും. വാക്യപാതിയ എന്ന് പറയുന്നത് 3 ചാപ്റ്റേഴ്സായിട്ട് അല്ലെങ്കിൽ 3 ഖണ്ഡങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ത്രിഖണ്ഡി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 എണ്ണം ഉള്ളതുകൊണ്ട്, 3 പാർട്സ് ഉള്ളതുകൊണ്ട്. ഫസ്റ്റ് വണ്ണിനെ ബ്രഹ്മകാണ്ഡ എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മൻ, അതായത് അൾട്ടിമേറ്റ് റിയാലിറ്റി ആയിട്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഇവിടെ ക്രിയേഷൻ്റെ നേച്ചറെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് വാക്യകാണ്ഡ, അത് വാക്യസ്ഫോട എന്നും പറയുന്നുണ്ട്. അത് സെൻറ്റൻസിൻ്റെ മീനിങ്സിനെ കുറിച്ചും സെൻറ്റൻസും വേർഡ്സും തമ്മിലുള്ള ഡിഫറൻസിയേഷനുമാണ് പറയുന്നത്. പിന്നെ തിക എന്ന് പറഞ്ഞ
പറഞ്ഞ് ഭർതൃഹരി എഴുതിയിട്ടുണ്ട്. അത് 2 കാണ്ഡങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ആദ്യത്തെ 2 കാണ്ഡങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ് തിക, അതായത് ശബ്ദവും ബ്രഹ്മനും സ്ഫോട തിയറിയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേർഡ്സും, അതായത് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചും ഡിഫറൻസിയേഷനെ കുറിച്ചും. ഭർതൃഹരിയുടെ ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു മെറ്റഫിസിക്കൽ തിയറി പോലെയാണ്, ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള തിയറി പോലെയാണ് പറഞ്ഞു പോയേക്കുന്നത്. ഒരു ബ്രാഹ്മണിക് വ്യൂ ഉണ്ട്. അതായത് എന്താ പറയുക, ഈ വേദങ്ങളിലൊക്കെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു സൈക്ലിക് ക്രിയേഷനാണ് നമ്മുടേത്. പിന്നീട് അത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഡിസൊല്യൂഷൻ ആവും. പിന്നെ വീണ്ടും എന്താണ്, ആ സൈക്കിള് പിന്നെയും പഴയതുപോലെ വരും. അതാണ് വാക്കെന്ന് പറയുന്നത് ഡിവൈൻ വേർഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വാക്കിലൂടെയാണ് ഈച്ച് സൈക്കിളിൻ്റെയും ബിഗിനിങ് പോയിന്റ് എന്നാണ് പറയുന്നത്. പിന്നെ ബ്രഹ്മൻ എന്ന് പറയുന്നതാണ് റിയാലിറ്റി. ആൻഡ് അതിന് ബിഗിനിങ്ങും എൻഡും ഒന്നും ഇല്ല. പിന്നെ അനാദി നിദാനം എന്നാണ് ബ്രഹ്മനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേഷൻ്റെ പ്ലൂറാലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ക്രിയേഷൻ എന്ന് പറയുന്ന അതായത് ഒരു ലോൺ ഇൻസിഡൻ്റ് അല്ല, അതിൻ്റെ ഒരു പ്ലൂറലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വണെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനദർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശബ്ദോർവേദയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് വാലിഡ് നോളജ് എന്നാണ് ഭർതൃഹരി പറയുന്നത്. അതായത് ഒരു വേർഡിന് മൾട്ടിപ്പിൾ മീനിങ്സ് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രാമറിയൻ്റെ ഡ്യൂട്ടി അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സിനെ അദ്ദേഹം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ്, ഒരു വേർഡിന് ഒരു ഇൻട്രിൻസിക് പവർ ഉണ്ട്, ഒന്നിലധികം മീനിങ്സും കാണിച്ചു കൊടുക്കാനുള്ള. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് സ്പീക്കറിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ആ പെർട്ടിക്കുലർ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വേർഡിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്, അപ്പോൾ ഏത് മീനിങ് ആണ് ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഒരു സ്പീക്കറിൻ്റെ എന്താ പറയുക, ഒരു ഡ്യൂട്ടിയാണ്. അടുത്തത് ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ, അതായത് വിനിയോഗ എന്ന് പറയും. അതായത് ആ വേർഡിൻ്റെ ആ വേർഡും അതിൻ്റെ അട്ടറൻസും എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഭർതൃഹരി സ്പീച്ചിനെ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: പശ്യാന്തി, മധ്യമ ആൻഡ് വൈഖാരി. അപ്പോൾ പശ്യാന്തി എന്ന് വെച്ചാൽ വിഷ്വൽ ഇമേജ് ഓഫ് ദ വേർഡാണ്. പിന്നെ അതായത് ആ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഡിഫറൻസ് ഒന്നുമില്ല, അതായത് ഒബ്ജക്റ്റും വേർഡും തമ്മിലൊന്നും ഡിഫറൻസ് ഒന്നുമില്ല. മധ്യമ എന്ന് വെച്ചാൽ ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. സ്പീക്കർ ആ വേർഡിനെ മനസ്സിലാക്കി എടുക്കുന്നു, ഗ്രാസ്പ് ചെയ്തെടുക്കുന്നു. അപ്പം അവിടെ ഒരു തിങ്കിങ് സ്റ്റേജാണ് വരുന്നത്. ശബ്ദ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഈ ഒരു സ്റ്റേജിനകത്ത് വേർഡ് മീനിങ്ങും നമ്മൾ ഗ്രാസ്പ് ചെയ്ത് സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. വൈഖാരി എന്ന് പറയുന്നത് ഫൈനൽ അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റഡ് ഫേസ് ഓഫ് സ്പീച്ചാണ്. വാക്കെന്ന് പറയുന്നത് എന്താണ്, അതിന് എക്സ്പ്രഷൻസ് കിട്ടിയാണ്, അത് സൗണ്ടൊക്കെ വന്നിട്ടാണ് അതിനെ റിസീവ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ലിസ്ണർ മനസ്സിലാക്കിയെടുക്കുന്നത്, കോംപ്രിഹെൻഡ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിലെ വേർഡിന് എന്താണ്, ഓഡിബിൾ സൗണ്ട്സ് വഴി നമ്മളതിനെ മീനിങ് വെച്ചിട്ട് മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഭർതൃഹരി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സ്ഫോടയാണ്, അതായത് സ്ഫോട തിയറി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കൊള്ളണം. മോസ്റ്റ് അഡ്വാൻസ്ഡ് അമംഗ് ദ വേരിയസ് തിയറീസ് ആണ് ലിംഗ്വിസ്റ്റിക്സിലെ സ്ഫോട തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫോട എന്ന് പറയുന്നത് എന്താണ്, ഗ്രാമാറ്റിക്കൽ ട്രഡീഷനിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതിനൊരു പൊസിഷൻ ഉണ്ടെന്നാണ് പറയുന്നത് വ്യാകരണത്തിൽ അല്ലെങ്കിൽ ഗ്രാമറിൽ. ഒരുപാട് ഗ്രാമറിയൻസ് ഭർതൃഹരിക്ക് മുന്നേ ഉള്ളവരൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിലും പാണിനിയൊക്കെ സ്ഫോടായാന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഡീൽ ചെയ്ത് ആരാണ്, ഭർതൃഹരിയാണ് മോഡിഫൈ ചെയ്തത്. ഈ ഒരു കോൺസെപ്റ്റിനെ, പാണിനിയുടെ കോൺസെപ്റ്റിനെയും പതാഞ്ജലിയുടെ കോൺസെപ്റ്റൊക്കെ മോഡിഫൈ ചെയ്ത് ആരാണ്, ഭർതൃഹരിയാണ്. അപ്പം ഭർതൃഹരിക്ക് മീനിങ് എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റൻസ് ആണ് കൺവേ ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം ഈ സൗണ്ട്സിനെയൊക്കെ മീനിങ് ബെയറേഴ്സ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്ഫോട എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫോട അല്ലെങ്കിൽ ശബ്ദ അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ സിമ്പൽ എന്നാണ്. വേർഡ് സൗണ്ട് എന്നും വേർഡ് മീനിങ്ങുമായിട്ടാണ് ഇദ്ദേഹം ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. സ്ഫോട സാൻസ്ക്രിറ്റ് വേർഡായിട്ടുള്ള സ്പുഡ് എന്നുള്ളതിനകത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് ടു ബേസ്റ്റ് ഫോർത്ത്, പൊട്ടിത്തെറിക്കുക. സ്ഫോടനം എന്ന് നമ്മൾ പറയുന്നതെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യുക. അപ്പോൾ സ്ഫോട ഇറ്റ് ഇസ് ബിലീവ് ടു ബി മാനിഫെസ്റ്റഡ് ബൈ ദ വേർഡ് സൗണ്ട്, അതാണ് സ്ഫോട എന്ന് പറയുന്നത്. വേർഡ് സൗണ്ട് വേർഡ് മീനിങ്ങിലൂടെ വരുന്നു. ഓക്കെ, ദെൻ ഫസ്റ്റ് കാണ്ഡത്തിനകത്ത്, അതായത് വാക്യപാഠികയ്ക്കകത്ത് ഭർതൃഹരി ഈ ശബ്ദസ്ഫോടയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ശബ്ദത്തിൻ്റെ ഇന്നർ യൂണിറ്റി, അതെങ്ങനെ മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. സ്ഫോട എന്ന് പറയുന്ന ഒരു സ്പീക്കറിൻ്റെ മൈൻഡിലാണ് ഒറിജിനേറ്റഡ് ആവുന്നത്, പിന്നീട് അത് ലിസ്ണറിൻ്റെ മൈൻഡിലോട്ട് റീമാനിഫെസ്റ്റ് ചെയ്യുകയാണ്. സ്ഫോട എന്ന് പറയുന്നത് എന്താണ്, ഒരു മീനിങ് ബെയറിങ് ആസ്പെക്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. ഭർതൃഹരി ഡിഫൈൻ ചെയ്യുന്ന സ്ഫോടയെ ഒരു ട്രൂ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആസ്പെക്റ്റ് എന്നാണ് പറയുന്നത് ഒരു സെൻറ്റൻസിൻ്റെ. പിന്നെ ധ്വനി എന്ന് പറയുന്ന, ഇദ്ദേഹം എങ്ങനെയാണ് ധ്വനിയെ ഡിഫൈൻ ചെയ്യുന്നത്, ധ്വനി എന്ന് വെച്ചാൽ ഒരു സൗണ്ട് പാറ്റേൺ മാത്രമാണ്, അതായത് ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണെന്നാണ്. സ്ഫോട എന്ന് പറയുന്നത് എന്താണ്, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് സ്ഫോട എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, സ്ഫോടയെ നമുക്കൊരിക്കലും ഇൻഡിവിസിബിളാണ്. അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിന് വലിയ അതായത് വേരി ചെയ്യത്തില്ല, അത് മാറത്തില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ സ്പോഡയും പിന്നെന്താണ് അദ്ദേഹം സ്പോഡയും നാടയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മൂണും അതിൻ്റെ റിഫ്ലക്ഷനുമാണ് അത് തമ്മിലുള്ള ഡിഫറൻസിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത്. മൂണും അതിൻ്റെ റിഫ്ലക്ഷൻ ഓൺ വാട്ടറും. ഒബ്ജക്റ്റ് എന്ന് പറയുന്ന മൂണാണ്, അതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ വാട്ടറിലാണത്, ആ വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് അവിടെ റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത് അല്ലേ. പിന്നെ ആ റിഫ്ലക്ഷൻ മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് മൂൺ മൂവ് ചെയ്യുകയാണെന്നാണോ? അല്ല. വാട്ടറിൽ മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ആ റിഫ്ലക്ഷനിൽ മൂവ്മെൻറ്റ് വരുന്നത്, അല്ലാതെ മൂൺ ചന്ദ്രൻ മൂവ് ചെയ്യുന്നത് കൊണ്ട് അല്ല. സോ പിന്നെ അപ്പോൾ ഇത് സ്പോഡ, അങ്ങനെയാണ് സ്പോഡയ്ക്ക് സ്പീച്ചിൻ്റെ പ്രോപ്പർട്ടീസ്. അല്ലാതെ സ്പോഡ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്താ, ഒരിക്കലും അനങ്ങത്തില്ല. അത് മാറുന്നത് എപ്പോഴാണ്? അട്ടേർഡ് സ്പീച്ചിലുണ്ടാകുന്ന വ്യത്യാസങ്ങളിലാണ് നമ്മളത് മാറുന്നതെന്നാണ് പറയുന്നത്. പിന്നെ മീനിങ്, അപ്പോൾ ഞാൻ വേർഡ് സൗണ്ട് വേർഡ് മീനിങ് പറഞ്ഞു. അപ്പോൾ സ്പോഡ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് ട്രഡീഷനിൽ തന്നെ. അതിനെ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷിലോട്ട്. അതിന് രണ്ട് ഫോൾഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, കോൺസെപ്റ്റ് പോലെയാണ് പറഞ്ഞു പോയേക്കുന്നത്. അതായത് സംതിങ് ദാറ്റ് എക്സ്പ്രസസ് എ മീനിങ് ഓഫ് എ വേർഡും അതുപോലെ തന്നെ സംതിങ് ദാറ്റ് എക്സ്പ്രസസ് ദി സൗണ്ട്. ഓക്കെ, വേർഡ് സൗണ്ട് അല്ലെങ്കിൽ വേർഡ് മീനിങ് എന്ന് നമുക്ക് സ്പോഡയെക്കുറിച്ച് പറയാം. പിന്നെ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 20th സെഞ്ച്വറിയിൽ അത് വെസ്റ്റിൽ ഡെവലപ്ഡ് ആയൊരു ബ്രാഞ്ചാണ്. ഫെർണാൻഡ് ഡി സെഷൂറിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് റെവല്യൂഷനൈസ് ചെയ്തിട്ടാണ് അതൊക്കെ വെസ്റ്റിലോട്ട് വന്നത്. സെഷൂർ സാൻസ്ക്രിറ്റ് ഗ്രാമറിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അതൊക്കെ വന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ വേദാസും ഒക്കെ എന്താണ്, സെഷൂറിനെ സഹായിച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് ഗ്രാമറും ഒക്കെ ഇദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട്. അതുവഴിയാണ് അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്, ഈ കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നത്. അദ്ദേഹം ലാംഗ്വേജിൻ്റെ കോൺസെപ്റ്റ് ഞാൻ റെവല്യൂഷനൈസ് ചെയ്തൊക്കെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഗ്രാമറും നമ്മുടെ വേദാസൊക്കെയാണ്. പിന്നെ നോം ചോംസ്കിയുടെ കാര്യവും കൂടി പറഞ്ഞു പോവുക. അപ്പം ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോണറ്റിക്സിലെ കാര്യമാണെങ്കിലും ഫോണോളജിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മോർഫോളജിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് സെഷൂറിൻ്റെ തിയറി ആണെങ്കിലും ബ്ലൂംഫീൽഡ് ആണെങ്കിലും റോമൻ യാക്കബ്സന്റെ ആണെന്നുണ്ടെങ്കിലും ഇവർ 3 പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത്, ഇവരെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്ത ഗ്രാമറിയൻസ് ആരൊക്കെയായിരുന്നു? പാണിനിയും പതാഞ്ജലിയും ഭർതൃഹരിയും ഒക്കെയായിരുന്നു. ഓക്കെ.